കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും. ഒത്തിരി പേര് ഷെയർ ചെയ്തൊരു കാര്യമാണ്. കേരളത്തിൽ സാത്താൻ്റെ സഭകൾ വർദ്ധിക്കുന്നു, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് ഉണ്ടായത് ഈയിടെ നിങ്ങൾക്കെല്ലാം അറിയാം, തിരുവനന്തപുരത്തുണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ പേരിലാണ് ഇതെല്ലാം പുറത്തോട്ട് വന്നത്. ആ ഒരു മൾട്ടിപ്പിൾ മർഡർ നടത്തിയപ്പോൾ അയാൾ പറഞ്ഞത് ഹി വാസ് എ സേറ്റൻ വർഷിപ്പർ എന്നുള്ള രീതിയിൽ ആദ്യമേ പറഞ്ഞു. പക്ഷെ അവിടെ പോലീസും കൺഫ്യൂസ്ഡ് ആയി, പിന്നെ ഡോക്ടേഴ്സും കൺഫ്യൂസ്ഡ് ആയി, പിന്നെ കഥകളൊക്കെ മാറിയെന്ന് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞ പിന്നാണ് ഇങ്ങനെ കുറേ ന്യൂസ് ഫേസ്ബുക്കിൽ വരാൻ തുടങ്ങി. അപ്പം ഞാനതിനെപ്പറ്റി ആലോചിച്ചപ്പോൾ ശരിക്കും സാത്താന്യ സഭകളിൽ മാത്രമല്ല സാത്താനുള്ളത്. കർത്താവ് ആദ്യമേ കർത്താവിൻ്റെ ബാപ്റ്റിസം കഴിഞ്ഞപ്പോൾ സേറ്റൻ പരീക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. കർത്താവിൻ്റെ പള്ളിയിൽ, കർത്താവിൻ്റെ സിനഗോഗിൽ ആദ്യമേ വന്നപ്പോൾ, സ്വന്തം നാട്ടിലെ സിനഗോഗിൽ വന്നപ്പോൾ, വേറെ ഒരു സിനഗോഗിൽ വന്നപ്പോൾ അവിടെ ഭൂതഗ്രസ്തനായ ഒരാൾ പറഞ്ഞു, നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നതാണോ എന്ന് പറഞ്ഞ് അവിടെ ബഹളം വെച്ചു. അതായത് പള്ളിയിൽ അത് കർത്താവിന് യഹോവയെ ആരാധിക്കുന്ന ഒരു പള്ളിയാണ്, അവിടുത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെയും ഭൂതഗ്രസ്തനായ ആളുണ്ട്. ലഗ്യോന്റെ കാര്യം നിങ്ങൾക്കറിയാം. അവിടെ ചെന്നപ്പോൾ അയാൾ സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്വഭാവം. നഗ്നനായിട്ട് തുണി ഇല്ല, ദേഹം മൊത്തം മുറിച്ചും അങ്ങനെ ആ പക്ഷെ അയാൾക്ക് വേണ്ടിയിട്ട് കർത്താവ് അവിടെ ചെല്ലുകയും കർത്താവിനെ അയാൾ കണ്ടപ്പോഴത്തേക്ക് അയാൾ ഓടി വന്ന് കർത്താവിനെ കണ്ട് നമസ്കരിക്കുകയും എന്നെ നശിപ്പിക്കരുത്, ഞങ്ങളെ നശിപ്പിക്കരുതെന്ന് അകത്തുള്ള സാത്താന്മാരെല്ലാം പറയുന്നുണ്ട്. കർത്താവ് അയാളെ അവിടെ സാത്താനെ എല്ലാം കർത്താവ് പുറത്താക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർ കർത്താവിനെ അവിടുന്ന് പുറത്താക്കി. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കർത്താവുള്ളതിനേക്കാളും നല്ലത് സാത്താനുള്ള ഒരാൾ അവരുടെ കൂടെ ഉള്ളത്. അയാൾ ഇത്രയും സ്വയം നശിക്കുന്നത് കണ്ട് അവർക്ക് വിഷമമില്ലായിരുന്നു. അവരുടെ ആ പന്നിക്കൂട്ടം അതത്രയും പോയി 2000 പന്നികളോളം ഉണ്ടായിരുന്നു. അത് പോയി കടലിൽ ചാടി ചത്തപ്പോഴത്തേക്ക് അവർ കർത്താവിനോട് പറഞ്ഞു അവിടുന്ന് നീങ്ങിപ്പോവാൻ. അപ്പം പിന്നീടാണെങ്കിലും ഒരു സ്ത്രീ 18 വർഷമായിട്ട് അവർ ഒടിഞ്ഞു കുത്തിയാണ് നടക്കുന്നത്. അപ്പം 18 വർഷമായിട്ട് അവരങ്ങനെ നിൽക്കുന്നു. അവരെ സൗഖ്യപ്പെടുത്തിയപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു സാബത്ത് നാളിലാണോ ഒരാൾ ജോലി ചെയ്യുന്നത്, അതായത് സൗഖ്യപ്പെടുത്തുന്നത്. അതായത് 18 വർഷം അവിടെ വന്നുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു പശുവിനെ വിശക്കുന്നെങ്കിൽ നിങ്ങളൊന്ന് അഴിച്ചു കെട്ടത്തില്ലേ? ഈ 18 വർഷം സാത്താൻ, ശ്രദ്ധിക്കണം, സാത്താൻ അവിടെ ആ ബോണ്ടേജിൽ അതിൽ നിർത്തിയൊരു ബൗണ്ട് ചെയ്തൊരു സ്ത്രീയെ ഞാൻ അവിടെ ഫ്രീ ആക്കി. അതിലാണ് നിങ്ങൾക്ക് വിഷമം. ഇവളും എബ്രഹാമിൻ്റെ സന്തതിയല്ലേ? 18 വർഷമായിട്ട് സാത്താൻ അവളെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പള്ളി വന്നുകൊണ്ടിരുന്ന സ്ത്രീയുടെ കാര്യമേ പറയുന്നത്. ഇനി പത്രോസിൻ്റെ കാര്യം പറയുന്നുണ്ട്. പത്രോസിനോട് ശിഷ്യന്മാരോടെല്ലാം ചോദിച്ചു, ഞാൻ ആരാകുന്നു എന്ന് നിങ്ങൾ കരുതുന്നതെന്ന് പറഞ്ഞു. പത്രോസ് നീയാണ് മെഷിയ, രക്ഷകൻ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇത് ദൈവമാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നെന്ന് പറഞ്ഞു. അതിലൊരു 2-3 വേഴ്സസ് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് കർത്താവിൻ്റെ ക്രൂശമരണത്തെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്ക് പത്രോസ് പറയുന്നുണ്ട്, എന്ത് ചെയ്താൽ ഞാനിത് സമ്മതിക്കത്തില്ല, ഞാൻ ഇത് കർത്താവിനെ മാറ്റി നിർത്തി ശാസിക്കുവാണ് പത്രോസ്. പത്രോസിനെ നോക്കിയിട്ട് പറഞ്ഞു സാത്താനെ മാറിപ്പോകാൻ പറഞ്ഞു. കുറച്ചു മുമ്പേ പറഞ്ഞത് പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നത്, ഞാൻ മെഷിയ എന്നുള്ളത് പിതാവ് വെളിപ്പെടുത്തി തരാതെ നിനക്കത് ഗ്രഹിക്കാൻ പറ്റുകയായിരുന്നു. അതേ ആളാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളോട് തന്നെ പറയുന്നു സാത്താനെ മാറിപ്പോകാൻ പറഞ്ഞു. അതായത് പത്രോസിനോടല്ല പറയുന്നത്, പത്രോസിന്റെ പുറകിൽ പത്രോസിന്റെ തോട്ട്സിനെ ആരാണോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ സ്പിരിറ്റാണ്. ഒന്ന് ഫാദർ ഗോഡ്, ഒന്ന് ഫാദർ ഓഫ് ലൈസ് സേറ്റൻ. ഒരേ ആളുടെ കാര്യം പറയാം. യൂദാസിന്റെ കാര്യം അറിയാം. യൂദാസ് ആയിരുന്നു ശിഷ്യന്മാരിൽ ട്രഷറർ. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴേ പറഞ്ഞു, നിങ്ങളെ 12 പേരെ ഞാനല്ലേ തിരഞ്ഞെടുക്കപ്പെട്ട് അതിൽ ഒരാൾ ഒരു പിശാചാണ് കർത്താവ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവസാന അത്താഴത്തിൻ്റെ സമയത്ത് സാത്താൻ യൂദാസിന്റെ ഉള്ളിൽ കയറി ഉള്ളിൽ ആ ചിന്ത, അതായത് കർത്താവിനെ ചതിക്കണം എന്നുള്ള ചിന്ത യൂദാസിന് കൊടുത്തത് സാത്താനാണെന്ന് പറയുന്നുണ്ട്. അപ്പം
അന്നേരം എല്ലാം കർത്താവ് പറയുന്നുണ്ട് ഇതിൽ ഒരാൾ എന്നെ ചതിക്കും. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞങ്ങളാണോ. അതായത് ഈ കൂട്ടത്തിലിരിക്കുന്ന ആർക്കും മനസ്സിലാകുന്നില്ല യൂദാസ് ആണെന്നുള്ളത്. കർത്താവ് അവിടെ ഉണ്ട്, സാത്താൻ ഉള്ളിലുള്ള യൂദാസും അവിടെ ഉണ്ട്. കർത്താവ് യൂദാസിന്റെയും കാല് കഴുകി. അവിടെ ഒരു വ്യത്യാസവും കർത്താവ് കാണിച്ചില്ലെന്നുള്ളത്. അവസാന നിമിഷം വരെ കർത്താവ് യൂദാസിനെയും സ്നേഹിച്ചു. ഒരു വേർകൃത്യം ഒന്നും കാണിച്ചില്ല. എന്നെ ചതിക്കാൻ പോകാന്നുള്ളത് നേരത്തെ കർത്താവ് പറഞ്ഞത്. എന്നിട്ട് പോലും കർത്താവ് അവിടെ യൂദാസിന്റെ പോലും കാല് കഴുകുകയാണ്. അതാണ് കർത്താവിന്റെ ഉള്ള സ്നേഹം എന്ന് പറയുന്നത്. കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അപ്പം യൂദാസിന്റെ അടുത്ത് യൂദാസ് ഓൾറെഡി ഒരു കള്ളനാണ്. അതായത് കാശ് ഏൽപ്പിച്ചു, അതിൽ നിന്ന് പുള്ളി അടിച്ചു മാറ്റുമായിരുന്നു. മറിയ തൈലമൊക്കെ പൊട്ടിച്ചൊഴിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, അയ്യോ ഇതെന്തിനാ അങ്ങനെ ചെയ്യുന്നത്, ഇത് പാവങ്ങൾക്ക് കൊടുക്കരുത്. അതായത് പുറമേ നോക്കിക്കഴിഞ്ഞാൽ അയ്യോ എന്തൊരു പാവങ്ങളെ പറ്റി എന്തൊരു കരുതലുള്ള ഒരാൾ, യേശുവിന്റെ ശിഷ്യൻ, ഈ ഇവരുടെ കൂടെ നടക്കുന്ന, ഇവരുടെ കൂടെ മിറക്കിൾസ് ഒക്കെ ചെയ്യുന്ന ഒരാൾ. ആ അവസാന അത്താഴത്തിന്റെ സമയത്ത് പോലും യേശു അല്ലാതെ വേറെ ഒരു ശിഷ്യനും മനസ്സിലാകുന്നില്ല യൂദാസ് ആണ് ഇത് ഈ കൂട്ടത്തില് സാത്താൻ ഉള്ളതെന്നുള്ളത് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ എന്തുമാത്രം വലിയ ഡിസെപ്ഷനിൽ അവിടെ പോലും സംഭവിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പള്ളികളിൽ സംഭവിച്ചുകൂടായികയില്ല. നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ എല്ലാം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം പത്രോസ് യൂദാസ്. ഇപ്പൊ യൂദാസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എങ്ങനെ, എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അത് എവിടെയാണ് യൂദാസിനവിടെ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 30 വെള്ളിക്കാശ് അല്ലെങ്കിൽ കർത്താവിനെക്കാളിലും വാല്യൂ ആ കാശിന് കൊടുത്തു. ആദ്യമേ തന്നെ ആ കാശ് മുഴുവനും യൂദാസിനെയാണ് ഏൽപ്പിച്ചത്. യൂദാസ് അതിൽ നിന്ന് എടുക്കുമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ മറിയ ഇങ്ങനെ തൈലം പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഇത് വിറ്റിട്ട് ആ കാശ് പാവങ്ങൾക്ക് കൊടുത്തൂടെ, എന്തിനാ? ആ കാശും കൂടെ പുള്ളിക്ക് അടിച്ചു മാറ്റാനായിട്ടാണ്. അപ്പോൾ കർത്താവിനെ ബിട്രേ ചെയ്യുകയാണ്. അതിൽ നിന്ന് 30 വെള്ളിക്കാശ് കർത്താവിനേക്കാളും വാല്യൂ പുള്ളിക്കാണ്. ഇതെല്ലാം എവിടുന്ന് വരുന്നത്? സാത്താൻ ഉണ്ടാക്കിയ ചിന്തകളിൽ നിന്ന് വരുന്നത്. എങ്ങനെയാണ് സാത്താൻ അവിടെ വഴി കൊടുത്തത്? പുള്ളിയുടെ ആ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കാര്യം, കാശിൽ പോലും പുള്ളി വിശ്വസ്തത കാണിച്ചില്ല. വിശ്വസ്തത കാണിക്കാതെ വന്നപ്പോഴത്തേക്ക് അവിടെ സാത്താൻ അവിടെ ഒരു വഴി തുറന്നു കൊടുക്കുക ചെയ്തത്. കാശിന് ആ ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോഴത്തേക്ക്, ദൈവത്തെക്കാളിലും ഏറെയായിട്ട് മാമോനെ സ്നേഹിച്ചപ്പോഴത്തേക്ക് അവിടെ യേശുവിനെ നശിപ്പിക്കാനായിട്ട് കൂട്ടുനിന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും കൈവിട്ടപ്പോഴത്തേക്ക് പുള്ളി പോയി ആത്മഹത്യ ചെയ്ത് വളരെ വളരെ അങ്ങ് നശിച്ച പോലെ ഒരു എല്ലാം വയറെല്ലാം പൊളന്ന എല്ലാം ഒരു വല്ലാത്തൊരു മരണം. തലയും കുത്തി വീണ എല്ലാം പുറത്ത് വെളിയിൽ വന്ന് അങ്ങനെ ഒരു മരണം. സാത്താൻ വരുന്നത് അറക്കാനും മുടിപ്പാനും നശിപ്പിക്കാനും അല്ലാതെ അവനിലെ ജീവനില്ല. പക്ഷെ വരുമ്പോഴും ആ കാശ്, ടെംപ്റ്റേഷൻ, അതിൽ യൂദാസ് വീണുപോയി. ഇത് യൂദാസിനെ മാത്രം പറയേണ്ട, നമുക്ക് എല്ലാവർക്കും കാശിന്റെ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മളാണെങ്കിലും സഭകൾക്ക് പോലും തെറ്റുകൾ പറ്റുന്നുണ്ട്. കാശിന്റെ കാര്യത്തിലൊക്കെ കോംപ്രമൈസ് ചെയ്യുമ്പോൾ അവിടെ സാത്താന് വഴി ഒരുക്കി കൊടുക്കുകയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ കാശിനാണോ ഇമ്പോർട്ടൻറ്റ്, കാശ് കിട്ടുന്നതുകൊണ്ടാണോ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇത് സാത്താൻ ഒരു വഴി ഉണ്ടാക്കരുത്. നമ്മൾ കാശിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, എല്ലാം സമൃദ്ധമായിട്ട് തരുന്ന ദൈവത്തെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. കാശിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ കെണികളിൽ ആക്കപ്പെട്ടു പോകുന്നു. കാശ് നമുക്കൊരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. കർത്താവിനെ അന്വേഷിക്കുമ്പോൾ ശലോമോനെ പുല്ലിനേക്കാൾ നല്ലതായിട്ട് ചമച്ച ദൈവം അതിനേക്കാളും നല്ലതായിട്ട് നമ്മളെ ചമയ്ക്കുമെന്നാണ് പറഞ്ഞത്. അത് ആദ്യമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിൻ്റെ സാന്നിധ്യത്തിലും സാത്താൻ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അവസാന അത്താഴത്തിൻ്റെ സമയത്തും സാത്താനുണ്ട്. പള്ളികളിൽ സാത്താനുണ്ട്. കർത്താവിനെ ക്രൂശിച്ച മഹാപുരോഹിതൻ, ഇന്നത്തെ കാലത്ത് മെത്രാപ്പോലിത്താനൊക്കെ പറയുന്ന പോലെ ഏറ്റവും വലിയ തിരുമേനി, മഹാപുരോഹിതൻ പോലും സാത്താനാണ് ഇൻസ്പയർ ചെയ്തത്. കർത്താവ് അവരോട് തന്നെ പറഞ്ഞു, പരീക്ഷന്മാരോട്, ന്യായശാസ്ത്രികളോട്, മഹാപുരോഹിതന്മാരോട്, ന്യായപ്രമാണികളോട്, ഇവരോടെല്ലാം പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിതാവ് സാത്താനാണ്. ഞാൻ എൻ്റെ പിതാവ് ചെയ്യുന്നത് കാണുന്നത് ഞാൻ ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവ് ചെയ്യുന്നത് കാണുന്നത് നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എൻ്റെ വചനം നിങ്ങളിലില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു.
ഓർക്കണം, വചനം നല്ലതായിട്ട് അരച്ച് കലക്കി തലയിൽ വെച്ചേക്കുന്നവർ, അവരുടെ ഹൃദയത്തിൽ വചനം ഇല്ലെന്ന് കർത്താവ് പറഞ്ഞു. അതായത് തലയിൽ വെച്ചിട്ട് കാര്യമില്ല, ഏറ്റവും നല്ല വേഷങ്ങളിട്ട് നടന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ലോകം അംഗീകരിക്കുന്ന മഹാപുരോഹിതനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പണ്ഡിതനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഹൃദയത്തിൽ, അതേ ആൾക്കാരുടെ ഹൃദയത്തിൽ സാത്താനായിരുന്നു എന്നാണ് കർത്താവ് പറഞ്ഞു. അതേ ആൾക്കാരുടെ ഹൃദയത്തിൽ സാത്താനാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്ക് അതേ പറ്റുള്ളൂ. കാര്യം സാത്താൻ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ സത്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളതേ ഉള്ളൂ. യേശുവിന്റെ ശിഷ്യന്മാരെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമേ അവരുടെ ചിന്തയിൽ വരുള്ളൂ. അത് സാത്താൻ ഇൻസ്പയർ ചെയ്യുന്ന തോട്ട്സ് ആണ്. അപ്പം ഇത് ഏറ്റവും മഹാപുരോഹിതന്മാർ എല്ലാ ക്ലാസ്സിലും ഉണ്ടെന്നുള്ള, എല്ലാ ഏരിയയിലും ഇത് ഉണ്ട്. അല്ലാതെ ഒരു സഭ നടത്തുന്നിടത്ത് മാത്രമല്ല. ഇങ്ങനെ നമ്മൾ ചിന്തിക്കും, ആ സഭയിൽ പോകുന്നതുകൊണ്ടാണ് അങ്ങനെയല്ല. നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മളെ എപ്പോഴും അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് സാത്താൻ നമ്മൾക്ക് ചുറ്റിനുമുണ്ട്. അവന് ഇടം കൊടുക്കരുത്. അവനെ ആക്റ്റീവ്ലി ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരു വിശ്വാസിക്ക് അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. വിശ്വാസി ആ അധികാരം ഉപയോഗിക്കണം. കർത്താവിന്റെ ഫൈനൽ കമ്മീഷനിൽ പോലും പറഞ്ഞത്, എന്നെ വിശ്വസിക്കുന്നവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ എത്രടുത്ത് അത് കേൾക്കുന്നിടത്താണെങ്കിലും അത് കളിയാക്കിയാ പറയുന്നത്, അല്ലേ? അത് ദൈവത്തിന്റെ മിനിസ്ട്രിയിൽ, ദൈവത്തിന്റെ ഫൈനൽ കമ്മീഷനിലുള്ള ഒരു കമാൻഡാണ്. എൻ്റെ നാമത്തിൽ വിശ്വാസികൾ ഭൂതങ്ങളെ പുറത്താക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ ഭൂതങ്ങളുണ്ട്, നമ്മൾ പുറത്താക്കുവാനായിട്ട് വിശ്വാസികൾക്ക് അതിനുള്ള അധികാരവും കൊടുത്തിട്ടുണ്ട്, പവറും അവർക്കുണ്ട്. പക്ഷെ എവിടെയാണ് അവർ പരാജയപ്പെട്ടു പോകുന്നത്? അവരത് ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. ഈയിടെ ഞാൻ കേട്ടു, അതൊക്കെ അന്ധവിശ്വാസമാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാത്താൻ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇതാണ് ഒരു വിശ്വാസിക്ക് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും പവറുണ്ട്. അവനിങ്ങനെ ഒരു എതിരാളിയുണ്ട്. അവന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഡിസെപ്ഷനാണ്. അവനില്ല എന്നുള്ളത്, ആ ഒരു കബളിപ്പിക്കുന്ന രീതി, ചതിക്കുക എന്നുള്ള രീതി, ഇതൊക്കെയാണ്. അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ള രീതിയിൽ അവൻ ഉണ്ട്, പക്ഷെ അവനുണ്ടെന്നുള്ളത് ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അതാണ് അവന്റെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറയുന്നത്. അത് മറന്നു പോകരുത്. ഇത് കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും അവർ ഹൃദയത്തിൽ വചനം നട്ടുപിടിപ്പിക്കണം. വചനം ഉള്ളിടത്ത്, വചനം എന്ന് പറയുന്ന ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളാണ്. അതാണ് ഒരു വെപ്പൺ ഓഫ് ഒഫൻസ് എന്ന് പറയുന്നത്. സൈറ്റനെതിരായിട്ടുള്ള വെപ്പൺ ഓഫ് ഒഫൻസ് എന്ന് പറയുന്നത്. കർത്താവ് പോലും വചനം കൊണ്ടാണ് സാത്താനെ എതിരിട്ടത്. എഴുതപ്പെട്ട വചനം. ഇത് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ നടണം, വളർത്തണം, പിന്നെ അത് നടുകയും ഓർമ്മിപ്പിക്കുകയും എല്ലാം ചെയ്യണം. ഇത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇതൊരു സൺഡേ സ്കൂൾ ടീച്ചറിനെയോ ഒരു പട്ടക്കാരനെയോ പാസ്റ്ററിനെയോ ഒന്നും ഏൽപ്പിക്കേണ്ട കാര്യമല്ല. അവരൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷെ അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മാതാപിതാക്കളാണ് അത് പഠിപ്പിക്കേണ്ടത്. മാതാപിതാക്കൾ അത് പഠിപ്പിക്കാത്തടത്ത് മാതാപിതാക്കൾ, ഇപ്പം ഏലി എന്നുള്ള മഹാപുരോഹിതൻ സ്വന്തം മക്കളെ ശരിക്കും നേരായ വഴിയിൽ വളർത്തിയില്ല, അല്ലെങ്കിൽ വളർത്തിയെങ്കിൽ തന്നെ അവർ തെറ്റ് ചെയ്തപ്പോൾ അവരെ തിരുത്തിയില്ല. ആ മക്കളോടുകൂടെ ഏലിയും അവിടെ ശിക്ഷിക്കുകയായിരുന്നു. ശമൂവേൽ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ശമൂവേലിന്റെ 2 മക്കൾ, അവരും ദൈവത്തെ അറിയാത്തവരാണ്. പക്ഷെ അവിടെ ശമൂവേലിനെ ദൈവം ശിക്ഷിക്കുന്നില്ല. കാര്യം ശമൂവേൽ അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ തീരുമാനമാണ്. അവരുടെ തീരുമാനവും അവരുടെ ആക്ഷൻസിനും അവർ ഫലം അനുഭവിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അത് പഴയ നിയമത്തിൽ അങ്ങനെയാണ്. അപ്പം ഇത് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. ആ ഒരു ആർമർ ഓഫ് ഗോഡ്, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ നമ്മൾ ഉറച്ചിരിക്കണം. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലോ ആ രക്ഷയുടെ ആ ഹെൽമെറ്റ്, അത് ശിരോ കവചം എന്ന് പറയുന്നത് അതുണ്ടായിരിക്കണം. ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, നീതി, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, ബെൽറ്റ് ഓഫ് ട്രൂത്ത്, ഗോസ്പൽ ഓഫ് പീസ്. എപ്പോഴും നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ സുവിശേഷത്തിൽ ആ ഉള്ളിലുണ്ടെങ്കിൽ അത് പുറത്തു വരുള്ളൂ. ആ ഒരു എനർജി, ആ ഒരു മൂവ്മെന്റും എല്ലാം നമുക്കുണ്ടാകണം. ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ പരിചയം. ഫെയ്ത്തിലൂടെയാണ് നമ്മൾ വേൾഡ് ഓവർകം ചെയ്യുന്നത്. ഫെയ്ത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ വചനത്തിന്റെ കേൾവിയാലാണ്. വചനം എന്നുള്ളത് വാളാണ്, ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളാണ്.
വചനം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളത് പഠിപ്പിക്കണം. അവരെ കുഞ്ഞുനാൾ തൊട്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ, ഞാൻ ഈയിടെ ഒരു ആളോട് പറയാറുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവർക്ക് നല്ല പ്രൈസ് ആൻഡ് വേർഷിപ്പ് സോങ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ മ്യൂസിക്കിലൂടെ അവർ ആ പ്രൈസും കൂടെ പഠിക്കുകയാണ്. പ്രൈസ് എന്ന് പറയുന്നത് സെയ്റ്റന് താങ്ങാൻ പറ്റാത്തൊരു കാര്യം. കർത്താവിനെ പ്രൈസ് ചെയ്യുക എന്ന് പറയുന്നത് സെയ്റ്റന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ബിക്കോസ് ഹീ ഡിമാൻഡ്സ് ഓൾ ദ അറ്റൻഷൻ. മനസ്സിലായോ? സാത്താനെതിരായിട്ടുള്ള ഏറ്റവും വലിയൊരു ടൂളിലൊന്നാണ് പ്രൈസ് എന്ന് പറയുന്നത്. അത് വചനപ്രകാരമുള്ള പ്രൈസ് ആയിരിക്കും. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ തന്നെ നല്ല പാട്ടുകൾ പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുക. വചനം അവരുടെ ഉള്ളിലും അവരുടെ വായിലും ഉണ്ടാകണം. ഈ ആർമർ ഓഫ് ഗോഡ് കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് നമുക്ക് അധികാരമുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. ഇവിടെ എല്ലാം ഈ ഞാൻ പറഞ്ഞ ഏരിയയിലെല്ലാം തന്നെ സെയ്റ്റനുണ്ട്. എല്ലാവരും സഭയെ മാത്രമോ അയ്യോ അവിടെ സെയ്റ്റനുണ്ട്, ഇങ്ങനെ കൊമ്പുണ്ട്, ചുമന്ന ഇങ്ങനെ വളർത്തി അങ്ങനെ വാലുണ്ട്, അങ്ങനൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ 12 ശിഷ്യന്മാരിൽ യേശു മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങളിൽ ഒരാൾ അതാരാണെന്നും പറഞ്ഞു. പക്ഷെ ബാക്കിയുള്ളവർക്ക് ആർക്കും അത് അറിയില്ല. മഹാപുരോഹിതന്മാർ എത്രയോ ആൾക്കാർ, ലക്ഷങ്ങൾ അവരെ ഫോളോ ചെയ്തിരുന്നവരാണ്. അവര് സെയ്റ്റൻ അവരിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വചനം ഉള്ളിലുള്ളവൻ ഇത് വിവേചിച്ചറിയും. ഒരാത്മീയൻ ആത്മീയനെയും തമ്മിൽ വേർതിരിച്ചറിയാൻ അവന് പറ്റും. ജഡികൻ അത് പറ്റത്തില്ല. ഇത് വളരെ ശ്രദ്ധയോടെ ഇത് അറിഞ്ഞിരിക്കുക, പഠിക്കുക. കുഞ്ഞുങ്ങളെ അത് കുഞ്ഞുനാളിൽ തൊട്ട് വളർന്നു കഴിയുമ്പോഴത്തേക്ക് കതിരെ കൊണ്ട് വളം വെക്കാൻ നോക്കരുത്. അവിടെ ഹൃദയം അവിടെ കാലിയായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ an idle body അല്ല, an idle mind is the devil's workshop എന്ന്. അവിടെ ഹൃദയം അവിടെ വെറുതെ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥലം നമ്മൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ കാട് പിടിക്കുന്നത് പോലെ തന്നെ അവിടെ സാത്താൻ അവൻ്റെ കാട് പിടിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പറമ്പിൽ കാട് പിടിച്ചു കിടന്നു കഴിഞ്ഞാൽ നല്ലതിനെ നശിപ്പിച്ച് കളയുന്ന പോലെ തന്നെ നമ്മുടെ മാത്രമല്ല അയലോകത്തുള്ളത് എല്ലാം നശിപ്പിച്ച് കളയുന്ന മാത്രമേ അങ്ങനെയുള്ള കളകൾ കൊണ്ട് കാര്യമുള്ളൂ. അപ്പം അങ്ങനെ വളർന്നിട്ടുണ്ട്. അങ്ങനെ വെറുതെ ഇടരുത്. വെറുതെ ഇടാനല്ല അവിടെ നിലം തന്നേക്കുന്നത്. അത് നമ്മളായിട്ട് നടണം. നമുക്ക് കൂട്ടുവേലക്കാരുണ്ട്, അവരെ കൊണ്ട് അവരുടെ ഹെൽപ്പ് വേണമെങ്കിൽ. അതിനാണ് പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, മിറക്കിൾ വർക്കേഴ്സ്, ഇവാഞ്ചലിസ്റ്റ് എല്ലാം അങ്ങനെയുള്ള ഗിഫ്റ്റുള്ള ആൾക്കാരുണ്ട്. അവരുടെ ഗിഫ്റ്റ് ഉപയോഗിക്കണം. നല്ലത് നടണം. നട്ടില്ലെങ്കിൽ അവിടെ കളകൾ വളരുന്നുണ്ട്. കളകൾ വളരുന്നത് നമ്മൾ പാരമ്പര്യമായിട്ട് കിട്ടിയ അനുഗ്രഹങ്ങൾ പോലും ഇല്ലാതാക്കും. മറന്നു പോകരുത്. നമുക്കാണ് അധികാരം തന്നേക്കുന്നത്. വിശ്വാസികൾക്ക് അധികാരമുണ്ട്, ശക്തിയുണ്ട്. അത് പക്ഷെ അറിയാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ കബളിപ്പിക്കപ്പെടും. അത് സാത്താൻ അവിടെ മുതലെടുക്കുകയും ചെയ്യും. ആ ചതിയിൽ വീണു പോകാൻ അവനില്ല എന്നുള്ളത് വിചാരിക്കില്ല. അവൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ചു കിടക്കുന്നത്. ഹീ സീക്കത്ത് whom he may devour. അല്ല, എല്ലാവരെയും അങ്ങനെ തിന്നാൻ പറ്റുകയില്ല. ഹി ഹാസ് ടു സീക്ക്. അവന് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആ ഹാർട്ട് വെറുതെ ഇട്ടിരിക്കുന്നവർ. നമ്മുടെ നിലം വെറുതെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ കളകളുണ്ടാവും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയം ഒരുക്കുക, കർത്താവിനെ അന്വേഷിക്കാൻ ഒരുക്കുക, ദൈവത്തെ അന്വേഷിക്കാൻ ഒരുക്കുക. അവിടെ ദൈവത്തിൻ്റെ പവർ ഫ്ലോ ചെയ്യും. അവിടെ സൈറ്റനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ സൈറ്റന് നമുക്കെതിരെ വരുവാണെങ്കിൽ വചനം കൊണ്ട് അവനെ മാറ്റാൻ നമുക്ക് പറ്റും. കർത്താവിനെ പോലെ തന്നെ നമുക്ക് പറ്റും. താങ്ക് യു.